ഇത് വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയാനുള്ളത് മഹാസഖ്യത്തിൽ മഹാഗഠബന്ധന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നഷ്ടം മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. RJDക്ക് അവരുടെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു, കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. CPIMLനെ സംബന്ധിച്ചിടത്തോളം 12 സീറ്റുകൾ ഉണ്ടായിരുന്നതാണ്, അത് ഇക്കുറി 4 എന്നതിലേക്ക് കുറയുന്നു. CPIക്ക് 2 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്, അത് 1ലേക്ക് കുറയുന്നു. CPIMന് 2 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്, അതും 1ലേക്ക് കുറയുന്നു. മഹാഗഠബന്ധനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും നില മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. മറുഭാഗത്താകട്ടെ NDAയുടെ ഭാഗമായ സഖ്യകക്ഷികൾക്കെല്ലാം തന്നെ വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു. BJP 74 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ JDU 76 സീറ്റുകളിലാണ് ഇപ്പോൾ മേൽക്കൈ പുലർത്തുകയും ചെയ്യുന്നത്. LJPയുടെ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ വലിയ നേട്ടത്തിലേക്ക് LJPയും എത്തുമ്പോൾ NDAയുടെ ഘടകകക്ഷികളെല്ലാം തൃപ്തരാകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അതേസമയം മഹാഗഠബന്ധൻ ആകട്ടെ 64-65 എന്ന നിലയിലേക്ക് തകർന്നടിയുമ്പോൾ അത് മഹാഗഠബന്ധന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെ പോലും വലിയ തോതിൽ ബാധിക്കും എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ നേതൃത്വത്തെ മറ്റു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇനി അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടതായി വരുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നതുകൊണ്ട് എന്തു നേട്ടം എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്ന സാഹചര്യമായിരിക്കും ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വരും മണിക്കൂറുകളിൽ നൽകാൻ പോകുന്നത്. അതേസമയം BJPയോട് ചേർന്ന് നിൽക്കുമ്പോൾ JDU സാധാരണ BJPക്ക് നേരെ ഉയരുന്ന വലിയ വിമർശനങ്ങളിലൊന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ സഖ്യം രൂപീകരിക്കുന്നത്, ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികളുമായാണ് BJP സഖ്യം രൂപീകരിക്കുന്നത്, അവിടെയെല്ലാം ആ സഖ്യ രൂപീകരണത്തിലൂടെ ആ പാർട്ടിയെ ഇല്ലാതാക്കുക, വിഘടിപ്പിച്ച് നിർത്തുക, ചെറുതാക്കി മാറ്റുക, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ തന്ത്രം എപ്പോഴും BJP പയറ്റാറുണ്ട്. പക്ഷേ ആ തന്ത്രം ബീഹാറിൽ പയറ്റാൻ BJP തയ്യാറായിരുന്നില്ല. അതിന് കാരണം BJPയുടെ ഇന്നലകളിൽ നിന്നുള്ള അനുഭവമാണ്. നിതീഷ് കുമാറിനെ ഒപ്പം നിർത്താതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അവിടെ വലിയ തിരിച്ചടികളാണ് ഉണ്ടാവുക, അവിടെ മേൽക്കൈ നേടാൻ സാധിക്കില്ല എന്ന് BJP തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 101 സീറ്റുകൾ എന്ന നിലയിലേക്ക് BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്, LJPയെ ഒപ്പം നിർത്താൻ BJP തയ്യാറായത്. അങ്ങനെ BJP അടക്കം സ്വീകരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അതേപടി വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇതാ NDA 175 സീറ്റുകളിൽ വ്യക്തമായ മേൽക്കൈ. ഇനി ഒരു തിരിച്ചുപോക്കിലേക്കില്ല. ആ കുതിപ്പിന് തടയിടാൻ മഹാസഖ്യത്തിന് സാധിക്കില്ല. ബീഹാർ ഞങ്ങളുടെ കൈകളിൽ ഭദ്രമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. മിഥിലയിലെ അമ്പൽപ്പാടങ്ങളിൽ താമര വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് BJP ഉറക്കെ പറയുകയാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും BJPയുടെ പടയോട്ടമാണ് ഇപ്പോൾ കാണുന്നത്. മിഥിലയിൽ മാത്രമല്ല, മഗധയിൽ BJPയുടെ തേരോട്ടം കാണാൻ സാധിക്കുന്നു. ഭോജ്പൂരിലെ ഗ്രാമീണ മേഖലകളിൽ BJP വ്യക്തമായ മേൽക്കൈയാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഭഗൽപൂർ മേഖലയിലടക്കം BJPയുടെ തേരോട്ടത്തിന് തടയിടാൻ മഹാഗഠബന്ധന് സാധിക്കാതെ പോകുമ്പോൾ ബീഹാർ ഒന്നടങ്കം താമര വിരിയിക്കുന്ന സാഹചര്യം, ജനതാദളിന് ഒപ്പം നിൽക്കുന്ന സാഹചര്യം, JDUവിന് ഒപ്പം നിൽക്കുന്ന സാഹചര്യം. അങ്ങനെ NDA മുന്നണി വളരെ വലിയ സാന്നിധ്യമായി മാറുന്നു, മുന്നേറ്റമായി മാറുന്നു. മറുഭാഗത്ത് RJDയുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ലാലു പരിവാറിന്റെ കാലം കഴിഞ്ഞോ എന്ന ചോദ്യമായിരിക്കും. ഇതാ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ. JDUവിന്റെ പതാകകൾ ഉയർത്തിക്കൊണ്ട് ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. BJP കേന്ദ്രങ്ങളിൽ ഡൽഹിയിലടക്കം ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ BJPയുടെ കേന്ദ്ര ആസ്ഥാനത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അങ്കിൾ എന്ന് രാഷ്ട്രീയ എതിരാളികൾ വിശേഷിപ്പിച്ചിരുന്ന, തലനരച്ച വൃദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നിതീഷ് കുമാറിനെ ഒരിക്കൽ കൂടി ബീഹാറിലെ ജനത നെഞ്ചേറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. JDU അവരുടെ ആവേശത്തിലേക്ക്, ആഘോഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായിരുന്നു JDUവും BJPയും ഇത്തവണ കാഴ്ചവെച്ചത്. അവർ തമ്മിൽ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഒരു മത്സരം നടത്തിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മത്സരിച്ച സീറ്റുകളിൽ വിജയിക്കേണ്ടത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും അനിവാര്യതയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 243 നിയമസഭാ മണ്ഡലങ്ങളുള്ള ബീഹാറിൽ 175 എന്ന വ്യക്തമായ മേൽക്കൈയാണ് ഉള്ളത്. മാജിക് വാളുമായി കിരൺ ബാബു വീണ്ടും ചേരുകയാണ്. കിരൺ, ഏതു മേഖല പരിശോധിച്ചാലും, അതിപ്പോൾ മിഥിലയാകട്ടെ, മഗധയാകട്ടെ, ഭോജ്പൂർ ആകട്ടെ, എല്ലാ മേഖലകളിലും NDAയുടെ മുന്നേറ്റം മാത്രമാണല്ലോ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ 2020 RJDയും
അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ പ്രതീക്ഷ പുലർത്തിയിരുന്ന മണ്ഡലങ്ങളിലടക്കം ഇപ്പോൾ പിന്നോട്ട് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കിരൺ? അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. വ്യക്തമായ തേരോട്ടമാണ് NDAയുടെ. ബീഹാറിന്റെ അനിഷേധ്യനായ നേതാവ് നിതീഷ് കുമാറാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. നിതീഷ് കുമാറിന്റെ പാർട്ടി JDU-വിനാണ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 43 സീറ്റുകൾ മാത്രം നേടാൻ കഴിഞ്ഞുള്ളെങ്കിൽ, മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുമ്പോൾ നേടാൻ കഴിഞ്ഞുള്ളെങ്കിൽ, ബീഹാറിലെ പാർട്ടി 2005 മുതൽ ബീഹാർ ഭരിക്കുന്നത് നിതീഷ് കുമാറാണ്. ബീഹാറിന് ഒറ്റ നേതാവേ ഉള്ളൂ, അത് നിതീഷ് കുമാറാണ്. ലാലുവിന്റെ യുഗം അവസാനിച്ചു കഴിഞ്ഞു. തേജസ്വി യാദവിന് ഏതെങ്കിലും തരത്തിൽ നിതീഷ് കുമാർ എന്ന നേതാവിനെ വെല്ലുവിളിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2 തവണയും ഒന്നാമത്തെ പാർട്ടിയായി 2020-ലും 2015-ലും ഒന്നാമത്തെ പാർട്ടിയായി മാറിയത് RJD ആണ്. പക്ഷേ അപ്പോഴും അവർക്ക് ഇടക്കാലത്തപ്പുറത്തേക്ക് ഭരണത്തിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ നിന്നാണ് ഇപ്പോൾ വീണ്ടും അവർ ഒരുപാട് പിന്നാക്കം പോയിരിക്കുന്നു. നിതീഷ് കുമാർ എന്ന വൃദ്ധൻ എന്ന് ആക്ഷേപിക്കുന്ന മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കളിയാക്കുമ്പോൾ സുശാസൻ ബാബു എന്ന തൻ്റെ ഈ പ്രതിച്ഛായ ഇപ്പോഴും പോയിട്ടില്ല. പാൽത്തൂറാം എന്ന് പലതവണ മുന്നണി മാറിയ, 12 വർഷത്തിനിടയിൽ 5 തവണ മുന്നണി മാറി, അപ്പോഴെല്ലാം മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുമ്പോഴും നിതീഷ് കുമാറിന്റെ മുന്നണി മാറ്റത്തെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ബീഹാറിലെ ജനങ്ങൾ, ബീഹാറിലെ സ്ത്രീകൾ നിതീഷ് കുമാറിനെ വിശ്വസിക്കുന്നു. ഏറ്റവും അവസാനം സ്ത്രീകൾക്ക് നൽകിയ 10,000 രൂപയടക്കം ഈ വോട്ടെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചു എന്ന് വേണം കരുതാൻ. വോട്ടെടുപ്പിലുണ്ടായ ഒരു വലിയ വർധനവ്, വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ ഒരു വലിയ വർധനവ്, അതടക്കം നിതീഷ് കുമാറിനെയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത്. നമുക്ക് ബീഹാറിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ എങ്ങനെയാണ് വോട്ടെടുപ്പ് നടന്നത് എന്നതുകൂടി നോക്കാം. ഓരോരോ മേഖലയിൽ കഴിഞ്ഞ തവണത്തെ ചിത്രം ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ തവണ ഈ ഭോജ്പൂരിലും മഗധയിലും, ഈ 2 സ്ഥലങ്ങളിലായിരുന്നു കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടമുണ്ടായത്. ഈ 2 സ്ഥലങ്ങളിലും ഇപ്പോഴത്തെ ഫലം എന്താണെന്ന് നോക്കാം. ഭോജ്പൂരിലെ മഗധയിലെ ഈ 6 റീജിയണിൽ ഭോജ്പൂർ മഗധ റീജിയണിലെ നേട്ടം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അവിടെ ഇത്തവണ NDA സഖ്യം 37-17 23 സീറ്റുകളാണ് അധികം നേടിയത് NDA സഖ്യം. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് 24 സീറ്റുകളാണ് നഷ്ടമായത്. കഴിഞ്ഞ തവണ 125-115 എന്ന നിലയിലേക്ക് പിടിച്ചു നിർത്തിയത്, ഇന്ത്യ സഖ്യത്തെ പിടിച്ചു നിർത്തിയത് RJDയുടെ കരുത്തായ UP-യോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ. ഈ സ്ഥലത്തെ വലിയ മുന്നേറ്റമായിരുന്നു. ഈ തവണ അവിടെ മുന്നേറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട റീജിയണിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭഗൽപൂർ കഴിഞ്ഞ തവണയും NDAയ്ക്ക് BJPക്കും JDU-നും ഒക്കെ വലിയ ഭൂരിപക്ഷമുണ്ടായ സ്ഥലമായിരുന്നു. അവിടുത്തെ ഇത്തവണത്തെ ചിത്രം നോക്കാം. ഭഗൽപൂരിലെ ചിത്രം ഒന്നുകൂടി നോക്കാം. ഭഗൽപൂരിലെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇത്തവണ കണക്കിൽ അപ്ഡേഷൻ ഇനി വരാനുണ്ട് എന്ന് തോന്നുന്നു. ഭഗൽപൂരിൽ നമുക്ക് മറ്റ് റീജിയണിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്തായാലും കിരണാണ് മാജിക് വാളിൽ നിന്നുള്ള ഡേറ്റകൾ പങ്കുവയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ എതിരാളികൾ അങ്കിൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന, തലനരച്ച വൃദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നിതീഷ് കുമാർ മാത്രമല്ല, ഇവിടെ ഇതാ RJDയുടെ നേതാവിന്റെ ഒരു കമന്റ് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. 2ാം ഘട്ട പോളിംഗ് കൂടി പൂർത്തിയായി. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തു വന്നപ്പോൾ RJDയുടെ സമന്വിതരായ നേതാവ് പറഞ്ഞത്, ഇനിയും ബീഹാറിൽ NDA ആണ് അധികാരത്തിലേറുന്നത് എങ്കിൽ, മഹാസഖ്യം പരാജയപ്പെടുന്നുവെങ്കിൽ വലിയ വിപ്ലവം ഉണ്ടാകും. ജൻസി പോരാട്ടത്തിന് ബീഹാർ സാക്ഷ്യം വഹിക്കേണ്ടതായി വരും. ശ്രീലങ്കയിൽ ഉണ്ടായതുപോലെ, നേപ്പാളിൽ ഉണ്ടായതുപോലെ, ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെയുള്ള കലാപ സമാനമായ സാഹചര്യമായിരിക്കും ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഘട്ടത്തിൽ ഈ വോട്ട് നില മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നു, ബീഹാറിലെ ജൻസി കുട്ടികൾക്ക് തന്തവൈബ് തന്നെയാണ് ഇഷ്ടം എന്ന്, നിതീഷ് കുമാറിനെ തന്നെയാണ് അവർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. നിതീഷ് കുമാർ അങ്കിളല്ല, ടൈഗർ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിതീഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വിലയിരുത്തൽ എന്ന നിലയിൽ തന്നെ വേണം ഈ പട്ടിക ഇപ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. 1ഉം 2ഉമല്ല, 175 സീറ്റുകൾ എന്ന അങ്ങേയറ്റം ആധികാരികമാകുന്ന കണക്കിലേക്ക് ഇപ്പോൾ NDA എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 175 സീറ്റ്, 3-2 ഭൂരിപക്ഷത്തോടുകൂടി അങ്ങേയറ്റത്തെ മേൽക്കൈ, രാഷ്ട്രീയ എതിരാളികളെ നിലംപരിശാക്കിയുള്ള പടയോട്ടമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കുതിക്കുന്ന NDA, കിതയ്ക്കുന്ന മഹാസഖ്യം, അതാണ് ഏറ്റവും ഒടുവിലത്തെ ഡേറ്റകൾ പുറത്തു വരുന്നത്. കേവലം 62 സീറ്റുകളിലേക്ക് മഹാഗഡ്ബന്ധൻ ചുരുങ്ങിപ്പോകുമ്പോൾ 176 സീറ്റുകളിലേക്ക് ആധികാരികമായി ഞങ്ങളിതാ അധികാരത്തിലേറാൻ പോകുന്നു എന്ന് NDA സഖ്യം വിളിച്ചു പറയുന്നു. ബീഹാറിൽ ആഘോഷത്തിന്റെ സമയമാണ്. JDU ക്യാമ്പുകൾ വലിയ ആഹ്ലാദത്തിലാണ്, BJP ക്യാമ്പുകൾ അതിലേറെ ആഹ്ലാദത്തിലാണ്. ഡൽഹിയിലടക്കം ഇപ്പോൾ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടി BJP നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന്
JDU നേതൃത്വം നൽകുന്ന സർക്കാരിന് ബീഹാറിൽ ഒരവസരം കൂടി ബീഹാറിലെ ജനത നൽകുമ്പോൾ അത് ചരിത്രപരമായ മുന്നേറ്റമായി തന്നെ വിലയിരുത്തേണ്ടതായി വരും. JDU എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി അസ്തമിച്ചിട്ടില്ല എന്നും നിതീഷ് കുമാർ എന്നത് രാഷ്ട്രീയത്തിലെ ചാണക്യം തന്നെയാണ് എന്നും ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് പോലും ഉയർത്തിക്കാണിക്കപ്പെട്ട ഒരു പേര്, ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേര്, ലാലു പ്രസാദ് യാദവിനെ കാറിന്റെ മുൻസീറ്റിലിരുത്തി അധികാരത്തിന്റെ ഡ്രൈവിങ്ങിനെ നയിക്കാൻ പഠിപ്പിച്ച നിതീഷ് കുമാർ, പിന്നീട് തെറ്റിപ്പിരിഞ്ഞ നിതീഷ് കുമാർ തന്റെ ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ബീഹാറിൽ. നിതീഷ് കുമാർ ഇതാ വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇനി അറിയേണ്ടത് അവിടെ BJPയും JDUവും തമ്മിൽ ഒരു വിലപേശലിന് സാധ്യതയുണ്ടോ എന്നതാണ്. ഈ ഘട്ടത്തിൽ അങ്ങനെ നമുക്ക് അനുമാനിക്കേണ്ടതില്ല. കാരണം നരേന്ദ്രമോദി സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. മൂന്നാം ടേമിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്ക് JDUവിനെ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യതയാണ്. 12 MP-മാരാണ് JDUവിന് ഉള്ളത്. ആ പിന്തുണ എന്നത് നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ പിടക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല. NDA സഖ്യം തന്നെ അധികാരത്തിലേക്ക്, നിതീഷ് കുമാർ തന്നെ ഒരിക്കൽ കൂടി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. സീതാഗഡിലെ തെരഞ്ഞെടുപ്പ് റാലി അവസാനിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ബീഹാറിലേക്ക് വരേണ്ടതായി വരും. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിനായിരിക്കും. നേടും തീർച്ചയായും അഭിലാഷ്, ഏറ്റവും കൂടുതൽ റാലികൾ മുന്നിൽ നിന്ന് നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നമുക്കറിയാം JDU അധ്യക്ഷൻ നിതീഷ് കുമാറും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ എത്രമാത്രം സജീവമായിരുന്നു എന്നത് നമുക്കറിയാം. തന്റെ വാർദ്ധക്യമെന്ന ആരോപണങ്ങളെ ഏതൊക്കെ രീതിയിൽ തള്ളിക്കളഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പോലും മറികടന്നുകൊണ്ടുള്ള ലീഡിലേക്ക് ഇപ്പോൾ NDA എത്തുന്നു എന്നതാണ് സാഹചര്യം. 176ലേക്ക് NDA ലീഡ് ഉയർത്തിയിരിക്കുകയാണ്.